യൂട്യൂബ് ചാനൽ ഹരു ആൻഡ് തനു. ഇന്ന് നമ്മൾ അടമാങ്ങയാണ് തയ്യാറാക്കുന്നത്, അതായത് മാങ്ങ ഉണങ്ങിയത്. അതിനായിട്ട് നമ്മളിവിടെ പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇതിനും കൂടെ ചെറുതായിട്ട് മുറിക്കുന്നുണ്ട്. ഇതിനും കൂടെ കുറച്ചും കൂടി ചെറുതായിട്ട് മുറിച്ച് വെയിലത്ത് വെച്ച് നമ്മൾ ഉണക്കിയെടുക്കും. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള എരിവും ഉപ്പും ഒക്കെ ചേർക്കും. ഇപ്പോൾ മാങ്ങ സീസണാണ്. ഇതുപോലെ അടമാങ്ങ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വർഷം മുഴുവൻ നമുക്ക് അടമാങ്ങ അച്ചാർ കഴിക്കാനായിട്ട് സാധിക്കും. നല്ല വെയിലുള്ള സമയമാണ്, അപ്പോൾ ഉണക്കിയെടുക്കാനായിട്ടും നല്ല എളുപ്പമാണ്. നല്ല പൊളിയുണ്ട്. അയ്യോ നല്ല പൊളി, എൻ്റെ പൊന്നോ നല്ല പൊളിയുടെ മാങ്ങ. ഈ മധുരമുള്ള അടമാങ്ങ ഉണ്ടാക്കില്ലേ? ഇനി നമുക്കിത് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇനി ഇത് ഉണങ്ങുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ചുങ്ങി ചെറുതായിട്ട് കിട്ടും. ഈ ഒരു വലിപ്പത്തിൽ മുറിച്ചെടുക്കാം. ഇതിങ്ങനെ ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം ഇന്ന് നമ്മൾ വെയിലത്ത് വയ്ക്കും. എന്നിട്ട് നാളെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കും. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് വന്നിട്ട് എല്ലാം ഇവോപ്പറേറ്റ് ചെയ്ത് പോകും. എന്നിട്ട് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ചെറിയ പീസസായിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് നല്ല വെയിലത്ത് കൊണ്ടുവന്ന് ഇത് വെക്കണം. ആദ്യത്തെ ദിവസം നമുക്ക് ഉപ്പ് ചേർക്കണ്ട. ഒന്ന് വലിഞ്ഞതിന് ശേഷം നമുക്ക് നാളെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2-3 ദിവസം നല്ല വെയിലത്ത് വെച്ച് ഉണക്കി നല്ല വലിയിച്ചെടുക്കണം. ഒരു ദിവസം ഉണങ്ങിയ മാങ്ങ നമ്മളിത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നാളെ വെയിലത്ത് വെച്ച് ഒരിക്കൽ കൂടി ഉണക്കും. ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് നന്നായിട്ട് പിടിച്ചെടുക്കും. ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോ ഞങ്ങൾ ഉപ്പ് ചേർത്തത്. ഇനി നാളെ നമ്മൾ വെയിലത്ത് വെച്ച് ഒരിക്കൽ കൂടി ഒന്ന് ഉണക്കിയെടുക്കും. രണ്ടാമത്തെ ദിവസം നമ്മൾ മാങ്ങ എടുത്ത് വെയിലത്തേക്ക് വെച്ചിട്ടുണ്ട്. നല്ല വെയിലുള്ളൊരു ദിവസമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുമെന്ന് തോന്നണേ. ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നീര് ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. നല്ല വെയിലത്തേക്ക് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഉണങ്ങട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് വൈകുന്നേരം വന്ന് നോക്കാം എന്തായി എന്നുള്ളത്. അധികം അങ്ങ് ഉണങ്ങി ചുങ്ങി പോകണ്ട, ഭയങ്കര ഡ്രൈ ആകണ്ട കേട്ടോ. ചെറിയൊരു മോയ്സ്ചർ കണ്ടന്റ് വേണം, എങ്കിലേ നമ്മുടെ ആ ഒരു അടമാങ്ങ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. ഡേ 3 നമ്മൾ അടമാങ്ങ വെയിലത്ത് വെക്കാൻ പോവുകയാണ്. ഇതാ നമ്മൾ ഇനി അടമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരുപാടങ്ങ് ഉണങ്ങി ചുങ്ങി പോകണ്ട. കണ്ടോ, ഇവിടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉണങ്ങിയ മാങ്ങ കൊണ്ട് അടമാങ്ങ അച്ചാർ ഉണ്ടാക്കാം. അടമാങ്ങ അച്ചാർ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു കടായി ഗ്യാസിൽ വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഉണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒന്നും ചേർക്കരുത്, നല്ലെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് തന്നെ കേടായി പോവും വെളിച്ചെണ്ണയൊക്കെ ചേർക്കുവാണെങ്കിൽ. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് കായം ചേർത്ത് കൊടുക്കാം. ഇത് കായത്തിൻ്റെ ഒരു പീസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ കായത്തിൻ്റെ പൊടി ചേർക്കുകയെന്നുണ്ടെങ്കിൽ ഉലുവ വറുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് കായത്തിൻ്റെ പൊടി ചേർത്താൽ മതി എണ്ണയിലേക്ക്. കായം മൂത്തിട്ടുണ്ട്.
കുറച്ചൊരു ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കായം മൂത്തിൽ നിന്ന്. ഇനി ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് നമുക്ക് പൊടിക്കാൻ നല്ല പാകത്തിനായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. 2.5 മുതൽ 3 ടീസ്പൂൺ ഉലുവ വരെയാണ് ചേർക്കുന്നത്. ഉലുവ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ബ്രൗൺ കളർ ആയാൽ മാത്രമേ അത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് പൊടിഞ്ഞ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മതി, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പാകത്തിനാകുമ്പോൾ. ഇനി നമുക്ക് ഉലുവ കൂടി ഇതുപോലെ പൊടിക്കാനായിട്ട് എടുക്കാം, എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ഉണങ്ങിയ ഒരു മിക്സിയിലേക്ക് നമുക്ക് ഉലുവയും കായവും ചേർത്ത് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ഒരു മിക്സിയിലേക്കാണ് കേട്ടോ നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഉലുവയും കായവും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ചൂടുള്ള നമ്മൾ നേരത്തെ ഉലുവയും കായവും വറുത്ത അതേ എണ്ണയിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല, പക്ഷെ ആ എണ്ണയ്ക്ക് ചൂടുണ്ട്. ആറ് ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ഉലുവയും കായവും ചേർക്കാം. നമ്മളിവിടെ കുറച്ചും കൂടി നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആക്കി വച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാം. ഉപ്പൊക്കെ പിടിച്ചിട്ടുള്ള നല്ല അടമാങ്ങയാണ്, നമുക്കത് ചേർത്ത് കൊടുക്കാം. ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോഴാണ് നന്നായിട്ട് മുളകും ആ കായത്തിൻ്റെ ടേസ്റ്റും ഒക്കെ പിടിച്ചിട്ട് നമ്മുടെ അടമാങ്ങ നല്ല ടേസ്റ്റോട് കൂടി ആവുള്ളൂ. ഇതിപ്പോൾ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ചൂട് ആറിയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു കുപ്പിയാണിത്. ഇതിലേക്ക് നമുക്ക് അച്ചാർ മാറ്റാം. അച്ചാർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാണ് സൂക്ഷിക്കുന്നത്. നമ്മളധികം എണ്ണയൊന്നും ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ ഞങ്ങൾ സാധാരണ ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട്. ധാരാളം എണ്ണയൊക്കെ ചേർത്തിട്ടാണെങ്കിൽ നമുക്ക് പുറത്ത് വയ്ക്കാം, കേടാകില്ല. ടു ബി ഓൺ ദ സേഫ് സൈഡ് ഞങ്ങൾ ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത്. നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം കുപ്പിയിലാക്കണം, അല്ലെങ്കിൽ ഈർപ്പം തട്ടിയിട്ട് വെള്ളമയം ഉണ്ടാകും. അതുകൊണ്ട് ഈ അച്ചാർ നന്നായിട്ട് ആറിയതിന് ശേഷം കുപ്പിയിലാക്കി നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് സൂക്ഷിക്കാം, അടച്ച് സൂക്ഷിക്കാം. യൂസ് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ആയിട്ടുള്ള ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് അച്ചാർ എടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം പല വീട്ടിലും ധാരാളം മാങ്ങ ഉണ്ടാകും. ഈ സീസണിൽ അടമാങ്ങ ഉണ്ടാക്കി സൂക്ഷിക്കുക. വർഷം മുഴുവൻ നമുക്ക് അടമാങ്ങ അച്ചാർ കഴിക്കാം. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കോമെൻറ്റ്സിൽ പറയുക. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. അരു ആൻഡ് ബൈ.